യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 48-ാം അധ്യായം 12 തൊട്ട് 20 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്ത്യവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എൻ്റെ വലതു കൈ ആകാശത്ത് വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുമ്പിൽ ഒന്നിച്ചണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുകയും അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ പാപങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കുന്നു. അവന്റെ കരങ്ങൾ കൽദായർക്ക് എതിരെ ഉയരും. ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്, ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ എന്റെ മാർഗത്തിൽ മുന്നേറും. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായതല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശമണൽ തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയില്ല, നശിക്കുകയില്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദയിൽ നിന്ന് പാലായനം ചെയ്യുക. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സുവിശേഷത്തെ പറ്റി ഞാൻ ലഭിക്കുന്നില്ല. എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതിയും വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം.
വാക്യങ്ങൾ 21. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും 1 ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. പ്രിയ വികാരി, ശ്രീകച്ച, അച്ഛന്മാരെ, സഹോദരിമാരെ, ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രിയകരനായ റോക്കീസ് പുണ്യവാന്റെ തിരുനാളിന്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ വാഴുമ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കട്ടെ. കല്ലിൽ കൊത്തിയ കവിത പോലുള്ള, സങ്കീർത്തനം പോലുള്ള ഈ മനോഹരമായ ദേവാലയം ഇവിടെ നിർത്തതിന് വികാരി, എൻ്റെ പ്രിയ കൂട്ടുകാരൻ ശ്രീകച്ചനും ഇടവക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കട്ടെ. ഒരു തരം യുഗ അന്ത്യത്തിൻ്റെ സ്വർഗീയതയുടെ അനുഭവമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഈ കാർമ്മികരോടൊത്ത് സ്വർഗം എന്ന് പറയുന്നത് പിതാവിന് ചുറ്റും പിതാവും മക്കളും ഒരുമിച്ചിരുന്ന് സമർപ്പണത്തിൻ്റെ സംഗീതത്തിൻ്റെ മോശമായിട്ട് പാടുന്ന സുന്ദര നിമിഷങ്ങളാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ ഉണർത്തുന്നതാണ് ഈ രാസ കർമ്മങ്ങളും പ്രാർത്ഥനകളെല്ലാം. കവികളും കലാകാരന്മാരുമെല്ലാം മനുഷ്യ ജീവിതത്തെ ഏറെ സുന്ദരമായി സംഗീതാത്മകമായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മെ കൊണ്ടുതരും മാസ്മരിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. കഥകളിലും സിനിമകളിലുമൊക്കെ ഈ മാസ്മരിക ലോകത്തിന്റെ മായിക പ്രഭ്രാന്തിയിൽ ഏതാനും മണിക്കൂറുകളെല്ലാം വന്ന് ചെലവഴിച്ചിട്ട് നമ്മൾ അനുദിന ജീവിതത്തിന്റെ പച്ചയായിട്ടുള്ള സത്യങ്ങളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം തിരിച്ചറിയുന്നു. കഥകളിൽ വായിച്ചറിയുന്നത്, തിരിച്ചറികൾ കാണുന്നത് എൻ്റെ ജീവിതത്തിന്റെ സത്യമോ തനിമയൊന്നുമല്ല, അതിലൊരു പൊയ്മുഖങ്ങളും മുഖംമൂടികളുമാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ. അപ്പൊ പിന്നെ എന്താണ് എൻ്റെ ജീവിതത്തിന്റെ സത്യവും തനിമയും? അത് ഇന്നലകളുടെ മുറിപ്പാടുകളും നൊമ്പരങ്ങളും, നാളെയുടെ അസ്വസ്ഥതകളും ആകാംക്ഷകളും, ഇന്നിൻ്റെ വ്യസനങ്ങളും വ്യാകുലതകളും എല്ലാം കൂടി അകപ്പാടെ മടുപ്പിക്കുന്ന, ബോറടിപ്പിക്കുന്ന ഒരു തരം അനുഭവം. ഈ ബോറടിയിൽ നിന്ന്, ആവർത്തന വിരസതയിൽ നിന്ന് മോചനം നേടുവാനും ഉള്ളു നിറയൊന്ന് പൊട്ടിച്ചിരിക്കുവാനും നമുക്ക് പരസ്പരമുള്ള കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ വികാരത്തെ കെട്ടിപ്പിടിച്ച് പങ്കിട്ട് അനുഭവിക്കുവാനുമുള്ള നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊതിയോടെ കാത്തിരിക്കാറുണ്ട്. അനുദിന ജീവിതത്തിന്റെ ഈ കണ്ണീർ താഴ്വരയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൈവന്നിരിക്കുന്ന പുണ്യ നിമിഷങ്ങളാണ്, കാത്തിരുന്ന നിമിഷങ്ങളാണ് പ്രിയങ്കരനായ റോക്കീസ് പുണ്യവാന്റെ തിരുനാള്. നമ്മുടെ ആവശ്യങ്ങളിൽ അനുഗ്രഹത്തിന്റെ പൂമഴ ചൊരിഞ്ഞുകൊണ്ട് വേദനകളിലും ആകുലതകളിലെല്ലാം ആശ്വാസത്തിന്റെ കുളിർ തന്നതായി നമ്മെ അനുഗ്രഹിക്കുന്ന ആകാശനാട്ടിലെ തമ്പുരാന്റെ പ്രിയങ്കരനായ റോക്കീസ് പുണ്യവാൻ പരിശുദ്ധ അമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുണ്യദിനത്തിന് നന്മകൾ നേരട്ടെ. ഈ വലിയ വിശുദ്ധയിലൂടെ, അമ്മയിലൂടെ, റോക്കീസ് പുണ്യവാനിലൂടെ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വിശുദ്ധനെ ഉയർത്തുന്നത് സ്വർഗം അലങ്കരിക്കുവാനല്ല, സ്വർഗത്തിന് അലങ്കാരം ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ദൈവം വിശുദ്ധനെ ഉയർത്തുന്നത്? സ്വർഗത്തിന്റെ സുഗന്ധം ഈ മണ്ണിലേക്ക് കൊണ്ടുവരുവാനായിട്ട്, സ്വർഗത്തിന്റെ സൗന്ദര്യം ഇവിടെ പരത്തുവാനായിട്ട്, സ്വർഗത്തിന്റെ നല്ല വിശേഷം, സ്വർഗത്തിന്റെ തോത് ഇവിടെ കൊണ്ടുവരുവാനായിട്ട് വിശുദ്ധ അമ്മയും റോക്കീസ് പുണ്യവാനും ഒക്കെ സ്വർഗത്തിന്റെ തോതുമായി വരുന്ന ദൈവത്തിന്റെ തോതുവാഹകരാണ്.
നീ എന്താണ് ദൈവത്തിന് തോന്നുന്നു ചോദിച്ചാൽ ബംഗാളി സാഹിത്യകാരനായ താരാശങ്കർ ബാനർജി എഴുതിയ പ്രസിദ്ധമായ നോവലാണ് സത്പർ. നോവലിലെ മുഖ്യ കഥാപാത്രം രാമുവിന്റെ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന്റെ ഇന്നലെയുടെ വഴികൾ നഷ്ട സൗഭാഗ്യങ്ങളുടേതായിരുന്നു. ഈ നഷ്ട സൗഭാഗ്യങ്ങളുടെ താഴ്വരയിൽ തോറ്റുപോകുവാൻ സമ്മതിക്കാതെ വിധിയോട് പണമൊന്ന് ജയിച്ചുകൊണ്ട്